ഹലോ! അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രമോല് നമ്മുടെ അലീനയെ കമ്മീഷണർ അടുത്തേക്ക് കൊണ്ടുപോകുവാട്ടോ. അപ്പൊ അദ്ദേഹം നമ്മുടെ അലീനയെ എന്താ പറയാ, ഭയങ്കര റൂഡായിട്ടാട്ടോ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, "നിനക്കും അവിടുത്തെ ബാലചന്ദ്രൻ സാറും തമ്മിൽ വല്ല ഇടപാടും ഉണ്ടോടി? നിങ്ങൾ തമ്മിൽ വല്ല മോശം ബന്ധം ഉണ്ടോടി?" എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വൃത്തികെട്ട രീതിയിൽ ചോദിക്കുന്നതൊക്കെ. അപ്പൊ അലീന ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ട്. ഭയങ്കര ദേഷ്യത്തില് നമ്മുടെ ആ സാറിനെ നോക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, "ഓ, നിന്റെ അവിടത്തെ നിൽപ്പൊക്കെ കണ്ടാ തോന്നും നീയാണ് അവിടുത്തെ മുതലാളീന്ന്. നീ അവിടുത്തെ മുതലാളീനെ കൈവശമാക്കി വെച്ചിരിക്കുകയാണല്ലേടി" എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ പോലീസുകാരൻ ഭയങ്കരായിട്ട് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ ചോദ്യം ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുവാണേ. എന്നിട്ട് ഇത് നമ്മുടെ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, "നിന്നെ റേപ്പ് ചെയ്ത കേസ് നീ പോലീസിനോട് കള്ളം പറഞ്ഞങ്ങാണ്ട് ഒതുക്കിയല്ലേ? പക്ഷെ ഇതങ്ങനെ നടപടിയാവൂലടി. ഏക്കത്തിനെ മിടിച്ച് പരുവാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി അവർക്ക് രക്ഷയുണ്ടാവൂലടി" എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീനയെ വിടുന്നുണ്ടേ. അപ്പൊ അലീന ഭയങ്കര സങ്കടപ്പെട്ടിട്ടാട്ടോ അവിടെ നിന്നും ഇങ്ങോട്ട് ഇറങ്ങി പോരുന്നതേ. അപ്പുറത്താണെങ്കില് നമ്മുടെ കൃഷ്ണജയും നമ്മുടെ വൈജയന്തിയും എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ കരയുന്ന ഒരു നിമിഷങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അലീനയാണെങ്കില് എങ്ങനെ രോഹിത്തിനെ രക്ഷിക്കും എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് അലീനയും. താൻ ബാലചന്ദ്രൻ അച്ഛന് ഉറപ്പ് കൊടുത്തതാണല്ലോ മകനെ രക്ഷിച്ചോളാം എന്നത്. എങ്ങനെ എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിലാണ് നമ്മുടെ അലീന. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.